ആപ്പിൾ സീഡർ വിനെഗറിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പലതരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ സയന്റിഫിക്കലി ഇതൊക്കെ പ്രൂവൺ ആണോ അല്ലേ? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ ആപ്പിൾ സീഡർ വിനെഗറിനെ കുറിച്ചിട്ട് പല സ്റ്റഡീസും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ എല്ലാ സ്റ്റഡീസിന്റെയും ഒരു സമ്മറി എന്താണ്, ഏറ്റവും പ്രൂവൺ ആയിട്ടുള്ള രണ്ട് മെയിൻ ആയിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. ആദ്യമായി ആപ്പിൾ സീഡർ വിനെഗർ എന്താണെന്ന് പറയാം. ഇത് ഒരു തരത്തിലുള്ള വിനീഗർ തന്നെയാണ്. പ്ലാന്റ് ബേസ്ഡ് ആണ്. ആപ്പിൾ എന്ന് പറയുന്ന ഫ്രൂട്ടിന്റെ ഫെർമെന്റേഷന് ശേഷമാണ് നമുക്ക് ആപ്പിൾ സീഡർ വിനീഗർ കിട്ടുന്നത്. ലോകമൊട്ടാകെ ആപ്പിൾ സീഡർ വിനീഗർ ഉപയോഗിക്കുന്നത് ഒരു പ്രിസർവേറ്റീവ് ഏജന്റ് ആയിട്ടും ഒരു ഫ്ലേവറിംഗ് ഏജന്റ് ആയിട്ടാണ്. ഇത് അസിഡിക് ആണ്, അതായത് ഇതിന്റെ pH കുറവാണ്. പലതരത്തിലുള്ള ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് ആണ് ആപ്പിൾ സീഡർ വിനീഗറിൽ അടങ്ങിയിരിക്കുന്നത്. ഇതിന്റെ ഒരു ഉദാഹരണമാണ് ഫ്ലേവനോയിഡ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഉൾപ്പെടുന്നതാണ് കാറ്റക്കിൻസ്, ഗാലിക് ആസിഡ്, കെഫിക് ആസിഡ്, ഫെറുലിക് ആസിഡും. ആനിമൽസിൽ നടത്തിയിട്ടുള്ള സ്റ്റഡീസിലൊക്കെ പറയുന്നത് ACVക്ക് പലതരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ്. പ്രത്യേകിച്ചും ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി, ശരീരത്തിൽ ഉണ്ടാകുന്ന ഓക്സിഡേഷൻ കുറച്ച് നിർത്താനും, ഓക്സിഡേഷൻ കുറച്ചിട്ട് ഇൻഫ്ലമേഷൻ കുറയ്ക്കാമെന്ന് പറയുന്നുണ്ട്. ആന്റി ഡയബറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആന്റി ഹൈപ്പർ ടെൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നുണ്ട്, അതായത് ബ്ലഡ് പ്രഷർ കുറച്ച് നിർത്താനും. അവസാനമായി ആന്റി ഹൈപ്പർ ലിപ്പിഡമിക് പ്രോപ്പർട്ടീസും പറയുന്നുണ്ട്, അതായത് രക്തത്തിലുള്ള കൊളസ്ട്രോളിന്റെ അളവ്, ലിപ്പിഡ്സിന്റെ ലെവൽ കുറച്ച് നിർത്താനുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ടും രണ്ട് ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് നോക്കുന്നത്. അത് ഒന്ന് ഷുഗറിന്റെ ലെവൽ കുറച്ച് നിർത്താനുള്ള പ്രോപ്പർട്ടി, അതിന് ആന്റി ഗ്ലൈസിമിക് പ്രോപ്പർട്ടി എന്ന് പറയാം, അല്ലെങ്കിൽ ആന്റി ഡയബറ്റിക് പ്രോപ്പർട്ടി എന്ന് പറയാം. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കൊളസ്ട്രോളിന്റെ ലെവൽ കുറച്ച് നിർത്താനുള്ള പ്രോപ്പർട്ടി, ആന്റി ഹൈപ്പർ ലിപ്പിഡമിക് പ്രോപ്പർട്ടി എന്നും പറയാം. ഷുഗറിന്റെ ലെവലും കൊളസ്ട്രോളിന്റെ ലെവലും കൂടി നിൽക്കുന്നതാണ് പല തരത്തിലുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ലോകമൊട്ടാകെ വരാനുള്ള മെയിൻ രണ്ട് കാരണം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളാണ് ഏർലി മോർട്ടാലിറ്റീന്റെ കാരണം എന്ന് പറയുന്നത്. ഏർലി മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാർക്ക് ഏകദേശം ഒരു ലൈഫ് സ്പാൻ ഉണ്ട്. ആ ലൈഫ് സ്പാൻ എത്തുന്നതിൻ്റെ മുമ്പേ തന്നെ മരണപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്ക് പ്രകാരം 2015 മാത്രം ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കാരണം മരണപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 1,70,00,000 മുകളിലാണ്. ഇത് 2015 കണക്കാണ്. 2030 ആകുമ്പോഴത്തേക്കും ഈ എണ്ണം എന്ന് പറയുന്നത് 2.4 കോടിയുടെ മുകളിലേക്ക് പോകുന്നതാണ് പറയുന്നത്. പക്ഷേ ഈ പറയുന്ന ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരുന്നതിൻ്റെ പ്രധാന രണ്ട് കാരണം, ഒന്ന് രക്തത്തിലുള്ള ഷുഗറിൻ്റെ ലെവൽ കൂടി നിൽക്കുന്നതാണ്, അതിനെയാണ് പ്രമേഹം അല്ലെങ്കിൽ ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാരണം കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടി നിൽക്കുന്നതാണ്. പക്ഷേ ഷുഗറിൻ്റെ ലെവൽ കുറച്ച് നിർത്താനും കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറച്ച് നിർത്താനും ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും എക്സസൈസ് ചെയ്യുന്നതും ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നതും. ഇതിനെക്കൊണ്ടൊന്നും നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ മെത്തേഡ്സ് ഉണ്ട്. സ്റ്റാറ്റിൻസ് എന്ന് പറഞ്ഞ മരുന്നുകൾ ഉപയോഗിക്കാം. ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോണിന്റെ സെൻസിറ്റിവിറ്റി ഉയർത്തുന്ന തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കാം. പക്ഷേ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു കാറ്റഗറിയാണ് ന്യൂട്രസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്നത്. അതായത് പ്ലാന്റ്സോ ആനിമൽസോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് തന്നെ എന്തൊക്കെ രീതിയിൽ ഈ ഷുഗറിനെയും കൊളസ്ട്രോളിനെയും കുറച്ച് നിർത്താൻ പറ്റുമോ, അത്തരത്തിലുള്ള റിസർച്ചസ് ആണ് കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ആപ്പിൾ സീഡർ വിനീഗറിനെ കുറിച്ച് പല തരത്തിലുള്ള സ്റ്റഡീസ് നടത്തിയിട്ടുള്ളത്. ചില സ്റ്റഡീസിൽ ഇതിന് റോളൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്, മറ്റു ചില തരത്തിലുള്ള സ്റ്റഡീസിൽ പറയുന്നത് ഇതിന് റോൾ ഉണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ റിവ്യൂവിൽ ഞാൻ പറയുന്നത് 2021 നടത്തിയിട്ടുള്ള ഒരു മെറ്റാ അനാലിറ്റിക്കൽ സ്റ്റഡീനെ കുറിച്ചാണ്. മെറ്റാ അനാലിസിസ് എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ക്ലിനിക്കൽ ട്രയൽസും സ്റ്റഡീസും നോക്കി ഈ പറയുന്ന എല്ലാ സ്റ്റഡീസിന്റെയും ഡാറ്റയിൽ നിന്നും സമ്മറൈസ് ചെയ്ത് ഏറ്റവും ഷോർട്ടാക്കി എടുക്കുന്ന ഒരു കൺക്ലൂഷനാണ്. ഇന്റർനെറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള പല തരത്തിലുള്ള ജേർണൽസ് ഉണ്ട്, മെഡിക്കൽ ജേർണൽസ്. ഇതിന്റെ ഉദാഹരണങ്ങളാണ് മെഡ്ലൈൻ, സ്കോപ്പസ്, കോക്രെയിൻ ലൈബ്രറി. ഇതും US ഗവൺമെന്റിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിന്റെ ലൈബ്രറിയിൽ നിന്നും എടുത്തിട്ടുള്ള ഡാറ്റയും 2020 ജാനുവരി വരെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ആപ്പിൾ സീഡർ വിനെഗറിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയുന്ന സ്റ്റഡീസിന്റെ സിസ്റ്റമാറ്റിക് അനാലിസിസ് ആണ് നടത്തിയിട്ടുള്ളത്. ഈ പറഞ്ഞ മെറ്റാ അനാലിറ്റിക്കൽ സ്റ്റഡിയിൽ എല്ലാ തരത്തിലുള്ള സ്റ്റഡീസിനും നോക്കിയിട്ടുമില്ല. 2 ആഴ്ചയിൽ കുറഞ്ഞ ഡ്യൂറേഷൻ നടത്തിയിട്ടുള്ള എല്ലാ സ്റ്റഡീസിനെയും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ ആപ്പിൾ സീഡർ വിനെഗറിന്റെ കൂടെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സപ്ലിമെന്റ്സോ മെഡിസിൻസോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റഡീസിനെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. കാര്യമായിട്ടും ഈ സിസ്റ്റമാറ്റിക് അനാലിസിസിൽ കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ആപ്പിൾ സൈഡർ വിനീഗറിന്റെ ക്ലെയിം പോലെ ബ്ലഡ് ഷുഗർ ലെവലിനെയും കൊളസ്ട്രോൾ ലെവലിനെയും കുറച്ച് നിർത്താനുള്ള കഴിവ് ശരിക്കും ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനി ഇങ്ങനെ നടത്തിയിട്ടുള്ള ഈ മെറ്റാ അനാലിറ്റിക്കൽ സ്റ്റഡീസിൽ മെയിനായിട്ടും 10 സ്റ്റഡീസിനെയായിരുന്നു ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ റെഫർ ചെയ്തിട്ടുള്ള സിസ്റ്റമാറ്റിക് മെറ്റാ അനാലിറ്റിക് സ്റ്റഡീൻ്റെ ലിങ്കും നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാവുന്നതാണ്. ഇനി നമുക്ക് റിസൾട്ട് എന്താണെന്ന് നോക്കാം. സ്റ്റഡിയിൽ കണ്ടെത്തിയത് ആപ്പിൾ സീഡർ വിനീഗർ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആവറേജ് 6 mg/dL ആണ്. അതുപോലെ തന്നെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിന്റെ ലെവലും കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം 8 mg/dL ആയിരുന്നു. അതേപോലെ തന്നെ HbA1cന്റെ വാല്യൂ 0.50 നമ്പർ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആപ്പിൾ സീഡർ വിനീഗർ എത്ര ക്വാണ്ടിറ്റിയിൽ കഴിച്ചു കഴിഞ്ഞാലും LDL കൊളസ്ട്രോൾ കുറയുന്നതായിട്ട് കണ്ടിട്ടില്ല. ഫാസ്റ്റിംഗ് ഇൻസുലിന്റെ ലെവലിൽ മാറ്റങ്ങളോ കുറവോ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഹോമോ IR എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ്. അതിന്റെ വാല്യൂസിലും ഒരു മാറ്റവും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഫാസ്റ്റിംഗ് ഇൻസുലിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ലൈക്ക് ബട്ടന്റെ താഴെയും കാർഡ്സിലും കാണാവുന്നതാണ്.
അതുപോലെ തന്നെ ഹോമ IR അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ കൂടുതൽ താല്പര്യമുണ്ടെങ്കിലും വീഡിയോൻ്റെ ലിങ്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ തന്നെ കാണാം. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ആ വീഡിയോസൊക്കെ കാണുക. ഇനി ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ കൂടെ ട്രൈഗ്ലിസറൈഡ്സിൻ്റെ ലെവലും കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ഇഫക്റ്റ് ടോട്ടൽ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ്സും ഒക്കെ കുറയുന്നത് കണ്ടത് ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിനായിരുന്നു. അതും അവർ ഒരു ദിവസം ആപ്പിൾ സീഡർ വിനീഗർ കഴിച്ച ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 15 ml അടുത്തുണ്ടെങ്കിൽ മാത്രം. 15 ml എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ സ്പൂണാണ്. അതായത് വലിയ കറിയൊക്കെ നമ്മൾ എടുക്കുന്ന തരത്തിലുള്ള വലിയ സ്പൂണ്. ചെറിയ സ്പൂണിന് നമ്മൾ ടീസ്പൂൺ എന്നാണ് പറയാറ്. ഇത് മാത്രമല്ല 8 ആഴ്ചയിൽ കൂടുതൽ സമയം ആപ്പിൾ സീഡർ വിനീഗർ കഴിച്ചവർക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള ഇഫക്ട്സ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കുറയ്ക്കുന്ന കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയും റിസൾട്ട്സ് കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത് ആപ്പിൾ സീഡർ വിനീഗർ 8 ആഴ്ചയിലും കൂടുതൽ കഴിച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ്. ഇനി പ്രമേഹം ഇല്ലാത്തവർക്ക്, അതായത് നോർമൽ ബ്ലഡ് ഷുഗർ ലെവൽ ഉള്ളവർ ആപ്പിൾ സീഡർ വിനീഗർ കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചതെന്നും കൂടി പറയാം. അവർ 8 ആഴ്ചയിലും കൂടുതൽ സമയം ആപ്പിൾ സീഡർ വിനീഗർ കഴിച്ച സമയത്ത് അവരുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് HDL കൊളസ്ട്രോളിൻ്റെ അളവും കൂടുന്നതായിട്ടാണ് കണ്ടത്. HDL കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോൾ ആണ്, അതിൻ്റെ അളവ് കൂടി നിൽക്കുന്നതാണ് നല്ലത്. പക്ഷേ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടുന്നത് നല്ലതല്ല. അതുകൊണ്ട് തന്നെ പ്രമേഹം ഇല്ലാത്തവർ, അപ്പാരൻ്റ്ലി ഹെൽത്തി ആയിട്ടുള്ളവർ, മറ്റ് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ലാത്തവർ, ഇൻസുലിൻ റെസിസ്റ്റൻസോ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിനൊന്നും പ്രശ്നമില്ലാത്തവർ ആപ്പിൾ സീഡർ വിനീഗർ കഴിക്കാത്തത് തന്നെയായിരിക്കും നല്ലത്. ഇനി ആപ്പിൾ സീഡർ വിനീഗർ എങ്ങനെയാണ് ഷുഗർ കൺട്രോൾ ചെയ്യുന്നതെന്നും കൂടി പറയാം. പലതരത്തിലുള്ള മെക്കാനിസം പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ഗ്യാസ്ട്രിക് എംറ്റിയിങ് സ്ലോ ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റൊമക്കിലുള്ള ഭക്ഷണം ഇൻറ്റസ്റ്റൈൻസിലേക്കൊക്കെ പോകുന്ന സമയം ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും. ഓരോരോ സെല്ലിലേക്കുള്ള ഗ്ലൂക്കോസിന്റെ അബ്സോർപ്ഷൻ കൂട്ടുക, അതിന്റെ യൂട്ടിലൈസേഷൻ കൂട്ടുക, ലിപ്പോലൈസിസ് അതായത് ഫാറ്റ്സിനെ ബേൺ ചെയ്യുന്നതിന്റെ നിരക്ക് കൂട്ടുക, ലിവറിൽ നിന്നും പുതിയ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത്, ഇതിനെ ഗ്ലൂക്കോനിയോജെനിസിസ് എന്നാണ് പറയുന്നത്, അതിനെ ഇൻഹിബിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇൻസുലിൻ സെക്രീഷൻ വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള മെക്കാനിസം ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ മെക്കാനിസംസ് ഒക്കെ ഷുഗർ മെറ്റബോളിസത്തിന് പ്രശ്നമുള്ള ആൾക്കാർക്ക്, അതായത് പ്രമേഹ രോഗമുള്ളവർക്ക്, ഷുഗർ ലെവൽ കൂടി നിൽക്കുന്നവർക്ക് മാത്രമാണ്. നോർമൽ ഷുഗർ മെറ്റബോളിസവും പ്രമേഹം ഇല്ലാത്തവർ ആപ്പിൾ സീഡർ വിനീഗർ കഴിച്ചു കഴിഞ്ഞാൽ നേരെ ഉൾട്ട എഫക്റ്റാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് നോർമലായിട്ടുള്ള ആൾക്കാർ കഴിക്കാതെ ഇരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇനി ആപ്പിൾ സീഡർ വിനീഗർ കൊളസ്ട്രോളിൻ്റെ ലെവൽ എങ്ങനെയാണ് കുറയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ ആസിഡ് ബൈലിൻ്റെ എക്സ്ക്രീഷൻ കൂട്ടുക, കൂടുതൽ ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക, അതായത് ലിപ്പോലൈസിസിൻ്റെ റേറ്റ് കൂട്ടും, പുതിയ ഫാറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ നിരക്ക്, ഇതിനെ ലിപ്പോജെനിസിസ് എന്നാണ് പറയുന്നത്, അതിൻ്റെ നിരക്ക് കുറയ്ക്കും. ഇപ്രകാരമൊക്കെയാണ് ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ അളവും ട്രൈഗ്ലിസറൈഡ്സിൻ്റെ അളവും കുറയ്ക്കുന്നത്. ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കണ്ടിട്ടുള്ളത് പ്രമേഹമുള്ള രോഗികൾക്ക് തന്നെ ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടി നിൽക്കുകയാണെങ്കിൽ അവർക്കാണ് ആപ്പിൾ സീഡർ വിനീഗറിനെ കൊണ്ട് മാക്സിമം ബെനിഫിറ്റ് എന്നാണ് പറയുന്നത്. ഇനി എങ്ങനെയാണ് ആപ്പിൾ സീഡർ വിനീഗർ കഴിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം കഴിക്കുന്ന മാക്സിമം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 15 മില്ലി ആണ്, 15 ml, അതായത് ഒരു ടേബിൾ സ്പൂൺ. നിങ്ങൾക്കത് അങ്ങനെ തന്നെ കഴിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ സാലഡ്സ് ഉണ്ടാക്കി കഴിക്കാം, വെജിറ്റബിൾ സാലഡ്സിൻ്റെ കൂടെ കഴിക്കാം, ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കാം. വെറും വയറ്റിൽ, അതായത് രാവിലെ എണീറ്റ പാടനെ മറ്റ് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പേ ആപ്പിൾ സീഡർ വിനീഗർ കഴിക്കാതിരിക്കുക. കാരണം ഇങ്ങനെ കഴിക്കുന്നവർക്കൊക്കെ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. നെഞ്ചരിച്ചിൽ ഉണ്ടാവാം, ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവാം, അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പ്രമേഹമില്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർ ആപ്പിൾ സീഡർ വിനീഗർ കഴിച്ചു കഴിഞ്ഞാൽ ഒരു മെയിൻ ബെനിഫിറ്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ, HDL കൊളസ്ട്രോൾ അളവ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇനി ആപ്പിൾ സീഡർ വിനീഗറിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടാവും. അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്, ഇതിൻ്റെ മറ്റു തരത്തിലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതൊക്കെ സയൻറ്റിഫിക്കലി പ്രൂവൺ ആണോ ഇല്ലേ, ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾ മിസ്സാവാതെ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. ഇനി എനിക്കറിയേണ്ടത് നിങ്ങൾ ആപ്പിൾ സീഡർ വിനീഗർ എങ്ങനെയാണ് ഉപയോഗിക്കാറ്, അതിൻ്റെ റെസിപ്പി എന്താണ്, എത്ര ആപ്പിൾ സീഡർ വിനീഗർ ഉപയോഗിക്കാറുണ്ട്, എത്ര കാലമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, ഈ കാര്യങ്ങളൊക്കെ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വൈറ്റമിൻസും സപ്ലിമെൻസിനെയൊക്കെ കുറിച്ച് ഞാൻ ഒട്ടനവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ ഒരൊറ്റ പ്ലേലിസ്റ്റ് ആക്കിയിട്ട് കാർഡ്സിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കാണാം. മഞ്ഞൾ അഥവാ ടെർമറിക്, അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്താണെന്ന് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മതി. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.